Good evening all. ഞാൻ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പറയാൻ വന്നത്. എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ്? മെഡിക്കൽ ഇൻഷുറൻസ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ സ്വാധീനിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ബാധകമാണ്, എത്രത്തോളം നമുക്ക് അതിന്റെ ഗുണമുണ്ട് എന്നുള്ളതിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആ മെഡിക്ലെയിം ത്തിന്റെ ഒരു ആവശ്യകത വരും. എപ്പോഴും മെഡിക്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സിനേക്കാളും വേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ പക്ഷെ എല്ലാവരും അവഗണിക്കുകയാണ്. എന്തുകൊണ്ട് മെഡിക്ലെയിം അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്നാൽ നമ്മളൊരു ഹോസ്പിറ്റലൈസേഷൻ വരുന്ന സമയത്തായിരിക്കും നമുക്കത് മനസ്സിലാവും. നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് നമ്മുടെ മെഡിക്ലെയിം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? പേഷ്യന്റിനെ പറ്റി ചിന്തിക്കോ, പൈസ ഉണ്ടാകുന്ന നമ്മൾ ചിന്തിക്കോ, അതല്ല നമ്മുടെ അന്നേരം നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. ഒരു മേജർ കേസ് ആണെങ്കിൽ പിന്നെ നമ്മുടെ തന്നെ മറന്നു പോകും, അല്ലേ? അപ്പൊ പേഷ്യൻസ് നമ്മുടെ ഏറ്റവും അടുത്ത സ്പൗസോ, നമ്മുടെ റിലേറ്റീവ്സോ, കിഡ്സോ, നിയറോ ഡിയറോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മുടെ മെഡിക്ലെയിമിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു മെഡിക്ലെയിം നമ്മുടെ ജീവിതത്തിൽ മെഡിക്ലെയിം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കി എടുക്കാതിരിക്കും. ഞാൻ മെഡിക്ലെയിം ഇൻഷുറൻസ് ഒരുപാട് വർഷം ചെയ്യുന്ന ഒരാളാണ്. ഒരു 10-11 വർഷമാണ് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസ് ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യാം. അപ്പൊ മെഡിക്ലെയിം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.